ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാബേജ് പക്കവടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാബേജ് പക്കവട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം ക്യാബേജാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. രണ്ടും ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമുക്കൊരു ബൗളിലോട്ടേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും അതുപോലെ തന്നെ ഈ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബേജ് പക്കവട തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം തന്നെ തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില അരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് സ്പൈസ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ നമ്മുടെ ഒരു പക്കവടയിൽ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ആ പൊടികളൊക്കെ നമ്മുടെ ആ ഒരു ക്യാബേജിലോട്ടേക്ക് നല്ല ചേർന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കൈവച്ച് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നൈസ് പത്തിരീൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പത്തിരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പത്തിരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്ര അളവൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന ക്യാബേജിൻ്റെയും സവാളിൻ്റെയും അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ഒരു മാവിൽ നിന്ന് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ നിന്ന് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എത്ര തിന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമുക്കെല്ലാം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് പക്കവട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വെറും ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.